എൻ ശ്രീകുമാർ, എന്താണ് ബി.ജെ.പിയുടെ ഉദ്ദേശ്യം എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നോക്കൂ മഞ്ജുഷേ, ഇതൊരു രസകരമായ സംഭവമാണ്. കാരണം എന്താ വെച്ചാല് ഈ ചിത്രം വന്നിട്ട് മാസങ്ങളായി. ഇത് പിണറായി വിജയൻ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതൊരു വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഒരു രക്ഷാകവചമായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ബി.ജെ.പി അതിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാലം ബി.ജെ.പി എവിടെയായിരുന്നു? ഇനി ബി.ജെ.പി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യവസായിയെ കുറിച്ച് ഒരു മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പോയി. അങ്ങനെയാണ് ബി.ജെ.പി നേതാക്കൾ പോയിട്ട് അന്വേഷണ സംഘത്തിന്റെ മൊഴി കൊടുക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ ഉത്തരം വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിഷയം എന്താണെന്നറിയോ മഞ്ജുഷേ? അതായത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ബി.ജെ.പി വല്ലാതെ പിന്നിലായിപ്പോയി. തിരുവനന്തപുരത്ത് അവര് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവിടെ ബി.ജെ.പിക്ക് ഭരണം കിട്ടി. പക്ഷെ മൊത്തം സംസ്ഥാനത്ത് അവരുടെ സ്ഥിതി വളരെ മോശമാണ്. അവരുടെ കേന്ദ്രമന്ത്രി ആയ തൃശ്ശൂര്, അദ്ദേഹം ഇവിടെ MP ആണ്, ഇവിടെ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ കോർപ്പറേഷൻ എടുക്കും എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് കഴിഞ്ഞ ടേമിനേക്കാൾ 1 സീറ്റ് കൂടുതൽ കിട്ടി. 6-ൽ നിന്നും 7 പിന്നെ ഒന്നുകൂടെ കിട്ടി. അത് ടോസ് കിട്ടിയതാ. അപ്പൊ അവിടെ കോൺഗ്രസും ബി.ജെ.പിയും തുല്യ നിലയിൽ എത്തിയപ്പോ ടോസ് ഇട്ടു. അപ്പൊ ഫലത്തിൽ 7 സീറ്റ് ജയിച്ചു, 1 സീറ്റ് ടോസ്, മൊത്തം 8. ഇതാണ് അവസ്ഥ. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോ UDF-ഉം അധികാരത്തിൽ വരും എന്നൊരു സൂചന എല്ലാ മാധ്യമങ്ങളും നൽകി, ജനങ്ങളും നൽകി. അപ്പൊ ഈ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല. അതാണ് CPM-ന്റെ ആഗ്രഹം. ബി.ജെ.പിയുടെ ആഗ്രഹം എന്താണ്? ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ പിന്നെ ഇന്ന് K. സുരേന്ദ്രനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതുവരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് K. സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റാണ് ഉന്നയിച്ചത്. അപ്പൊ അദ്ദേഹം ഉന്നയിച്ചത് ബി.ജെ.പിയുടെ ഒരു തീരുമാനമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കാരണം അദ്ദേഹം ബി.ജെ.പിയുടെ നേതാവാണല്ലോ. അതിലത്തെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമൊന്നും ഞാൻ ഇതിലേക്ക് വലിച്ചഴക്കുന്നില്ല. ബി.ജെ.പിയുടെ നേതാവ് സുരേന്ദ്രൻ പറഞ്ഞു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പാട്ടുപാടിലല്ല, പത്രസമ്മേളനത്തിൽ പാട്ടുപാടുകയല്ല ചെയ്യേണ്ടത്. ഈ അന്വേഷണ സംഘത്തിന് ഒരു മൊഴി കൊടുക്കണം. ഞങ്ങൾക്ക് സംശയമുണ്ട്, സ്വർണം വിറ്റത് കോൺഗ്രസിനാണ്, അതുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറയണം. ഇത് കോൺഗ്രസിന് സ്വർണം വിറ്റു എന്ന് വെച്ചാൽ, കോൺഗ്രസ് എന്ന് വെച്ചാൽ വലിയൊരു പാർട്ടിയാണ്. കോൺഗ്രസിന് എന്തായാലും സ്വർണം വിൽക്കാൻ പറ്റില്ല, അല്ലാതെ AICC കൊണ്ട് വിൽക്കണം. പിന്നെ ആരെ ഉദ്ദേശിക്കുന്ന വല്ല വ്യക്തികളെയാണോ? അങ്ങനെയാണ് ആ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ് മൊഴി കൊടുക്കണം. ഇതിനകത്ത് ഇപ്പോൾ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചു കാണും. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് ഈ പുരാവസ്തു വിൽപ്പനയിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പരിചയമുള്ള പ്രവാസി വ്യവസായിയുടെ മൊഴിയും ആ രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ പുരാവസ്തു വിൽപ്പനയിലേക്ക് പോകുമ്പോൾ സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ആന്റിക് ഷോപ്പിലേക്ക് എന്നുള്ള ആ ഒരു നറേറ്റീവിലേക്കാണ് കൊണ്ടുവരുന്നത്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. മറ്റൊന്നു കൂടിയുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ ഗുണം കിട്ടിയത് UDF-നാണ്. അവിടെ ബി.ജെ.പിയും UDF-ഉം ഒരേ നിലപാട് സ്വീകരിച്ചെങ്കിലും അവിടെ ഗുണം കിട്ടിയത് UDF-നാണ്. അപ്പോൾ അത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ ഇതിനെ കാണാം. അല്ല, ഇത് തന്ത്രപരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലൊരു തന്ത്രവും ഇല്ല. ഇതൊരു പിന്തുണയാണ്, CPM-നുള്ള പിന്തുണയാണ്. കാരണം ഇപ്പൊ ഈ സ്വർണ്ണ കൊള്ള കേസും അതുപോലെ ഒരു ഫോട്ടോയിലത്തെ ആളുകളുടെ കാര്യം രണ്ടല്ലേ മഞ്ജുഷേ? ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട കേസില് 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസ് വന്നപ്പോഴ് ഈ ബി.ജെ.പി ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഈ ശബരിമല സ്ത്രീ പ്രവേശം വന്നപ്പോ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരുടെ സമരരീതി എന്തായിരുന്നു? അവരുടെ തീവ്രമായ സമരരീതി ഈ സ്വർണ്ണക്കൊള്ള വന്നപ്പോ എവിടെയായിരുന്നു? അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴ് ജനങ്ങൾ മുഴുവൻ UDF-ന് വോട്ട് ചെയ്തു. ഈ ഭക്തിയും വിശ്വാസവും ഒക്കെ ബി.ജെ.പിയുടെ ഒരു കുത്തകയാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ജനത്തിന് വിശ്വാസം വന്നത് UDF നേതാക്കളുടെ ഭക്തിയിലാണ്. അപ്പൊ ജനങ്ങൾ UDF-നൊപ്പം നിന്നു. നല്ല ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമല്ല 4 കോർപ്പറേഷനിലെ മേയർമാരുമായി, അതുപോലെ തന്നെ ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റി, പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൽ 7 കിട്ടിയതെങ്കിലും 14-ൽ 7 കിട്ടിയതെങ്കിലും കൂടുതൽ ഡിവിഷൻ കോൺഗ്രസിലാണ്. 198 ഡിവിഷനുണ്ട്. ബി.ജെ.പിക്ക് എത്ര ഡിവിഷനാണ് ഉള്ളത്? ഒരെണ്ണമായിരുന്നു. കഴിഞ്ഞ തവണ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത്തവണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ എത്താതിരിക്കണം. കാരണം അന്തിമമായിട്ട് CPM-ഉം ബി.ജെ.പിയും കോൺഗ്രസ് വിരുദ്ധരാണല്ലോ. നമ്മൾ കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോകണ്ട. ഇതൊരു തന്ത്രമല്ല. ഇതെന്താന്ന് വെച്ചാൽ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതിപ്പോ ഈ ചർച്ച തന്നെ നോക്കൂ മഞ്ജുഷേ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എന്താണ്? കോൺഗ്രസ് വരുന്നു, സോണിയാഗാന്ധിയുടെ പേര് വരുന്നു.
ഇത് കുറെ കാലമായിട്ട് 2 ആഴ്ചയായിട്ട് CPM-ന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഗുളികയാണ്. ശരി, കമ്മ്യൂണിസ്റ്റ് ഗുളിക. എന്താ CPM-ന്റെ അറിയാമോ? ഒരു നറേറ്റീവ് ആയിരുന്നു. മുഖ്യമന്ത്രി അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒന്നുകൂടി അതിനെ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ശ്രീ രാഹുൽ ഈശ്വർ